അതെ, ഞാനിപ്പോൾ ഒന്നും വിരമിക്കാനൊന്നും പോകുന്നില്ല. അതിനുള്ള വെള്ളം ഉണ്ടല്ലോ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇത് പറഞ്ഞത് സാക്ഷാൽ രോഹിത് ശർമ്മയാണ്, ഇന്ത്യൻ ക്യാപ്റ്റൻ നമ്മുടെ ICC ചാമ്പ്യൻസ് ട്രോഫി നേടിക്കഴിഞ്ഞപ്പോൾ. ഈ കളിയാക്കലുകളും പഠിക്കൽ കലമുടയ്ക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്നുമൊക്കെ ചോദിച്ചോട്ടെ മുന്നിലേക്ക്. ദേ കാണ്, ഞാനും എന്റെ പിള്ളേരും പൊരുതി നേടിയ കപ്പ് കണ്ണിറയെ കാണോ എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ രോഹിതിന് കൂട്ടായി വിരാട് കോഹ്ലിയും ഗില്ലും രാഹുലും അയ്യരും പാണ്ഡ്യയും ജഡേജയും പട്ടേലും കുൽദീപും വരുണും ഷമിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കിവീസിനെതിരെ ഫൈനലിന്റെ ഒരു ടെൻഷനും ഇല്ലാതെ ഹിറ്റ്മാന്റെ ബാറ്റിൽ നിന്നും റൺ ഒഴുകിയപ്പോ എന്ത് ചന്തമായിരുന്നല്ലേ കാണാനായിട്ട്. ഇടയ്ക്കെപ്പോഴോ വിക്കറ്റുകൾ വീണപ്പോ ചെറിയൊരു ടെൻഷൻ വന്നെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ രണ്ടാമത്തെ ഹോം ഗ്രൗണ്ടായ ദുബായിൽ നിന്നും കപ്പില്ലാതെ പോരാൻ പറ്റുമോ ഹിറ്റ്മാനും പിള്ളേർക്കും? അങ്ങനെ പോയാൽ ഞങ്ങൾ പ്രവാസികൾക്കത് സഹിക്കുമോ? ജഡേജയുടെ ബാറ്റിൽ നിന്നും ബൗണ്ടറി ലക്ഷ്യമാക്കി വിജയ റൺ പാഞ്ഞപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനേക്കാളും തുള്ളിച്ചാടിയത് ഞങ്ങളായിരുന്നു. ഈ കിരീടം പ്രവാസ ലോകത്തിന്റെയും കൂടിയാണെന്ന് ഞങ്ങൾ പറയും. വെള്ളിയാഴ്ചകളിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും തണുപ്പിന്റെ കാഠിന്യമുണ്ടെങ്കിലും ബാറ്റും ബോളുമായി ഗ്രൗണ്ടിലേക്ക് പോകുന്ന ഓരോ പ്രവാസിയും ടീം ഇന്ത്യയുടെ വിജയത്തിൽ മതിമറന്നങ്ങ് ആഘോഷിക്കുകയാണ്. താങ്ക് യു ടീം ഇന്ത്യ. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ മലയാളം 98.6ന്റെയും പ്രവാസ ലോകത്തിന്റെയും 1000 വിഷസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഞങ്ങൾ നേരുകയാണ്.